Praise the Lord. Hallelujah. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ, ദൈവവചനം കേൾക്കുവാനൊക്കെ സ്വർഗത്തിലെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ എല്ലാവരും? ആമേൻ. കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങ് സ്തോത്രം പറ. കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ ഉണർത്തിയില്ലേ? ആ കരം ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം, അമേൻ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്ന ഇമ്മാനുവേലായി നമ്മുടെ കൂടെയുള്ള യഹോവ ശമ്മിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കൂടെയുള്ള കർത്താവിന് സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് നടത്തുന്ന കർത്താവിന് സ്തോത്രം. അമേൻ. വഴി ഇതാ എന്ന് പറഞ്ഞു വഴി കാണിച്ചു തരുന്ന ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. അങ്ങേക്കൊന്നും അസാധ്യമല്ലപ്പേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം, വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. കർത്താവെ ഈ പ്രഭാതത്തിൽ ആമേൻ ഞങ്ങളും 59-ാം സങ്കീർത്തനം 16 പറയുന്നത് പോലെ ഞാൻ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ കർത്താവിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. കഷ്ടകാലത്ത് കർത്താവിൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എൻ്റെ ബലമായുള്ളവേ ഞാൻ കർത്താവിന് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. ഈ പ്രഭാതത്തിൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഫേവറിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഫേവറിനായിട്ട് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മേൽ വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ആ കരം ഉയർത്തി പറ, ഗോഡ്സ് ഫേവർ ഈസ് അപ്പോൺ മീ. ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞ്, ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ എവിടെ നിന്ന് കേട്ടാലും ഏത് സമയത്ത് കേട്ടാലും ഇത് കേൾക്കുന്ന സമയം അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോകട്ടെ. കർത്താവേ, അമേൻ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് അമേൻ സ്വതന്ത്രരാകട്ടെ. പ്രത്യേകിച്ച് അമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ആത്മാവേ ആ ശരീരം വിട്ട് യേശുവിൻ നാമത്തിൽ പുറത്തു പോവുക. അവൻ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ, കിഡ്നിയിലെ ക്രിയാറ്റിൻ്റെ ലെവലുകൾ എല്ലാം നോർമലാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി ജീവൻ വെക്കട്ടെ, ആ ലിവർ ജീവൻ വെക്കട്ടെ, ആ ബ്രെയിൻ ജീവൻ വെക്കട്ടെ. സ്ട്രോക്ക് വന്ന് അവൻ ഡെഡായിരിക്കുന്ന ബ്രെയിൻ സെല്ലുകൾ, അവൻ ട്യൂമറുകൾ വന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ സെല്ലുകൾ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ മടക്കി വിളിക്കുക. പുതിയ ബ്രെയിൻ വരട്ടെ, പുതിയ കിഡ്നി വരട്ടെ. അവൻ യേശുവിൻ്റെ നാമത്തിൽ അവൻ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അവൻ പ്രത്യേകിച്ച് കാലും മടക്കുവാൻ കഴിയാതെ മുട്ടിനുള്ള വേദന ഇപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. കാലും മടക്കി സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഉള്ള ബുദ്ധിമുട്ട്, ആ മുട്ടിന് മടങ്ങുന്നതിനുള്ള ആ ഫ്ലെക്സിബിലിറ്റിയുടെ കുറവ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവ് കൊടുത്ത വിടുതലിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. അതുപോലെ കർത്താവെ, ഈ ഫേവറിൻ്റെ അവസാന ദിവസങ്ങൾ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഫേവറിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച ഈ മാസം കർത്താവെ, ഈ ലാസ്റ്റ് ഡേയ്സ് ചില അൺകോമൺ ഫേവറുകൾ, അങ്ങനെ അധികമാരും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ഫേവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ, തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ, തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനിലും എല്ലാം അൺകോമൺ ഫേവർ ഉണ്ടാകട്ടെ. ഇവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, ആമേൻ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് നിങ്ങളെ പൊതിയട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്തന്മാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരരുത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാത്രം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ സീസണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്.
കർത്താവിൻ്റെ വരവ് അടുത്ത് നിൽക്കുന്നു. ഡു സംതിങ് ഫോർ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് നിങ്ങൾക്ക് നിത്യതയിൽ പ്രതിഫലം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അഭിഷക്തന്മാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റുകയില്ല. ഒരു ദോഷവും പറ്റാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി പഴയ നിയമത്തിൽ ദൈവജനത്തെ കാത്ത ദൈവം. അവൻ ഇന്നും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ദോഷവും തട്ടാൻ അനുവദിക്കാതെ ദൈവജനത്തെ സൂക്ഷിക്കുന്ന നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട. ആവിചാരത്തിൻ്റെ ദോഷമോ മന്ത്രവാദത്തിൻ്റെ, യഥാർത്ഥമായി വിശുദ്ധിയിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ആവിചാരവും ഫലിക്കത്തില്ല, മന്ത്രവാദവും ഫലിക്കത്തില്ല. ലോകത്തിലെ ഒരു മാജിക്കും നിങ്ങൾക്ക് നേരെ വന്നാലും അതൊന്നും ഫലിക്കത്തില്ല. കാരണം കർത്താവ് നിങ്ങൾക്ക് പരിചയമായി നിൽപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലൂസും ടീമും മെലീത്ത എന്ന ദ്വീപിൽ അവർ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ ഇവർക്ക് ഭയങ്കര ദയ കാണിച്ചു. അത് ദൈവത്തിൻ്റെ ഫേവറാണ്. ഇവരവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ അവിടെയുള്ള മനുഷ്യരോട് ഇവർക്ക് ദയ കാണിക്കാൻ ദൈവത്തിൻ്റെ ഫേവർ ഇവരുടെ മേലുള്ളത് കൊണ്ട് അവർ ദയ കാണിച്ചു. ഇന്നും മനുഷ്യർ നമ്മളോട് ഫേവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുള്ളത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ചില മനുഷ്യർ നിങ്ങളോട് സ്പെഷ്യൽ ഫേവർ കാണിക്കട്ടെ. അതിനുള്ള ദൈവികമായ ചില ഗ്രേസ് നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. അപ്പോൾ അവിടെ കാണിച്ചു, മഴയും ശീതവും നിമിത്തം അവർ തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ട്, അതായത് ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ തണുപ്പ് മാറാനായിട്ട് അവർ തീയൊക്കെ കൂട്ടി നിൽക്കുമ്പോൾ പൗലോസ് കുറേ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ, ഈ കാട്ടുവിറകുകൾ വെട്ടി തീയിലോട്ടിട്ടപ്പോൾ ആ വിറകിനകത്തുനിന്ന് ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് ചുറ്റി. അപ്പം അവിടുത്തെ അണലിക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഈ ആളുകൾക്കെല്ലാം അറിയാം. അതിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അറിയാം. അവിടെ ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ അവർ വീർക്കും, പെട്ടെന്ന് ചത്തു വീഴും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവിടെ സാധാരണ സംഭവിക്കുന്നത്. പക്ഷേ പൗലോസ് ആ ജന്തു തൻ്റെ കയ്യിൽ തൂങ്ങുന്നത്, അതായത് കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ബർബരന്മാർ, അതായത് അവിടുത്തുകാർ കണ്ടപ്പോൾ ഇവനെ കണ്ടപ്പോൾ പറയും, ഇവർ കാറ്റിൽ ഭയങ്കര കടലിനകത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിനകത്തുനിന്ന് ഒരു പരുവത്തിൽ രക്ഷപ്പെട്ട് തിരിച്ചു വന്നാൽ, പക്ഷേ ഇവൻ ഭയങ്കര എന്തോ വലിയ പ്രശ്നക്കാരനാണ്. ഇവൻ എന്തോ കൊലപാതകനോ മഹാപാപം ചെയ്തവനാണ്. ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി കണ്ടോ അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നത്തിൽ നിന്ന് അവൻ ഊരി പുറത്ത് വരുമ്പോൾ അടുത്ത പ്രശ്നം വരുമ്പോൾ നാട്ടുകാർ പറയും, കണ്ടോ അവന് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ. അർത്ഥം എന്നാണെന്നറിയാമോ? ഇവൻ ഇതുവരെ നന്നായിട്ടില്ല, ഇവൻ ശരിയായിട്ടില്ല എന്നൊക്കെ നമ്മളെയൊക്കെ നോക്കി പറയും. അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, അവൻ തമ്മിൽ പറഞ്ഞു. പക്ഷെ പൗലോസ് എന്നാ ചെയ്തു? ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോടും പറയുന്ന ഇതാണ്. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, നമ്മളിൽ ഓടുന്ന ദൈവത്തിൻ്റെ ജീവൻ ഒരു ഹാനിയും നമുക്ക് വരാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയല്ല നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയല്ല നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു പ്രശ്നത്തിനും നിങ്ങളെ കുലുക്കി കളയാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾക്കതിനെ കുലുക്കി പുറത്ത് കളയാൻ കഴിയും. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അവരെ ഒരു എന്നാ പറയുക, അണിൽ കയ്യെ ചുറ്റി അല്ലെങ്കിൽ അണിൽ കയ്യെ കടിച്ചു, തൂങ്ങിക്കിടന്നു. ഇവർ വിചാരിച്ചു ഈ പുള്ളി ഇപ്പം മരിച്ചു പോവും, ചത്തുപോവും, താഴെ പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. കാരണം എന്താ? പൗലോസിന് നല്ല ബോധ്യമായിരുന്നു പൗലോസ് ആരാണ്. പൗലോസിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണ്, പൗലോസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യമുണ്ട്. ഇന്നും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്ന ഇത്രയുമേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ദാവീദ് ഭയപ്പെട്ടു പോയില്ല. ദാവീദ് പറഞ്ഞു, നിന്നെ എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും, നിന്നെ ഞാൻ തകർത്ത് കളയും. അത് ആദ്യമേ വാക്കുകൊണ്ട് അടിച്ചു കളഞ്ഞു. ഇതുപോലെ തന്നെ ഏത് പ്രശ്നത്തെ കാണുമ്പോഴും ധൈര്യത്തോടെ പറഞ്ഞു, എടാ പൗലോസിൻ്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നത്തെ ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇതെന്നെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് നമ്മൾ അധരം തുറന്ന് പറയാൻ പഠിക്കണം. എന്നിട്ട് അതിനെതിരെ സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ കൽപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് അരണ്ട് പോകും. അപ്പോഴത്തേനും പ്രശ്നം നമ്മളെ കയറി അറ്റാക്ക് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ ആളുകളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതിനു മുമ്പ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഉള്ളത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ്. കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ജീവനാണ് നിങ്ങളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂലത്തെ, ഈ രോഗത്തെ ആയാലും പ്രശ്നങ്ങളെ ആയാലും അതിജീവിക്കാനുള്ള സ്പെഷ്യൽ പവർ നിങ്ങളുടെ അകത്ത് ദൈവം
തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കണം. അവൻ വാ തുറന്ന് പറയണം. ദാവീദ് പറഞ്ഞതുപോലെ അവൻ ഗോലിയാത്തിനെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, നോ, നിന്നെ ഞാൻ നിന്ന് തകർത്ത് കളയും. ഇതുപോലെ പറഞ്ഞു, ഈ പ്രശ്നത്തോട് പറഞ്ഞു, പ്രശ്നം നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഉള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല. നിന്നെ ജയിക്കുന്ന അഭിഷേകം എൻ്റെ മേലുണ്ട്, നിന്നെ ജയിക്കുന്ന ശക്തി എൻ്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് യേശുവിൻ നാമത്തിൽ അതിനെ അങ്ങ് തകർക്കണം. നിങ്ങൾ നിശ്ചയമായിട്ടും ജയാളികളായി മുന്നോട്ട് പോകും. നമ്മളെല്ലാം പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് പ്രശ്നത്തിന്, രോഗത്തിന്, ഒന്നിനും നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. കുടഞ്ഞു കളയണം. യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളയണം. യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളയണം. മുന്നേറണം. ആമേൻ. തളർന്നു പോകരുത്, പേടിച്ചു പോകരുത്. പേടിച്ചു പോയി കഴിഞ്ഞാൽ തളർന്നു പോയതിന് തുല്യം, നിങ്ങളെ ഒന്നിനും കൊള്ളാതാകും. അതുകൊണ്ട് തളർന്നു പോകാതെ, പേടിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. We are blessed. We are really blessed. We are permanently blessed and highly favored. ദൈവത്തിൻ്റെ ഫേവർ നമ്മളെ ചുറ്റിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം.